നമസ്കാരം. നമ്മൾ പറയാൻ പോകുന്നത് 2026 വർഷഫലമാണ്. അനിഴ നക്ഷത്രമാണ്. വൃശ്ചിക കൂറിൽപ്പെട്ട അനിഴ നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറുപ്പകാലത്ത് ഒരുപാട് പരിശ്രമിച്ച് ഇവർക്ക് നല്ല ഉയർച്ചയെത്തുന്ന നക്ഷത്രമായിട്ടാണ് അനിഴ നക്ഷത്രത്തിനെ പറയപ്പെടുന്നത്. നക്ഷത്രക്കാർക്ക് ഈ വർഷം അനുകൂലമായ സമയമാണ്. കർമ്മത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം, സ്ഥാനക്കയറ്റം കിട്ടാനുള്ള സാധ്യത, നല്ല വീട്, നൂതനമായ വീട് വെക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. സന്താനങ്ങൾ പഠിപ്പിനൊത്ത് തന്നെ നല്ല ജോലി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. മേലുദ്യോഗസ്ഥരിൽ നിന്നും അനുകൂലമായിട്ട് നടപാടുകളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കുന്നതായിരിക്കും. നല്ല ജോലി കിട്ടാനുള്ള സാധ്യത, പ്രത്യേകിച്ച് സർക്കാർ, അർദ്ധ സർക്കാർ, കേന്ദ്ര സർക്കാർ ജോലിക്കൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. സാഹിത്യകാരന്മാർക്ക് ഏറ്റവും നല്ലൊരു സമയമായിട്ട് പറയാം. പണവും പ്രശസ്തിയൊക്കെ ഉയർന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. രാഷ്ട്രീയക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നതായിരിക്കും. സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യുന്നവർക്ക് ഈ ഒരു വർഷം പൊതുവെ ഗുണകരമായിട്ട് പറയാവുന്നതാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളിലും നിഷ്കർഷ, പ്രത്യേകിച്ച് സമയനിഷ്ഠ പാലിക്കണം എന്ന് പറയപ്പെടുന്നുണ്ട്. വാഹനാപകടം ചെറിയ രീതിയിൽ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യ തൃപ്തികരമായിട്ട് വരുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങിക്കാനുള്ള യോഗം ഇവർക്ക് ഉണ്ടാവുന്നതായിരിക്കും. കുടുംബസമേതം പുണ്യയാത്രകൾ, തീർത്ഥയാത്രകളൊക്കെ നടത്താനുള്ള സാഹചര്യം വന്നു ചേരുന്നതായിരിക്കും. പ്രേമ കാര്യങ്ങൾ വിജയം ഉണ്ടാകും. വിവാഹത്തിൽ കലാശിക്കാനുള്ള സാധ്യതയുണ്ട്. നികുതി സംബന്ധമായ ചെറിയ കേസുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.